ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഹാഫ് kg ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. കാണാനും നല്ല ഭംഗിയുള്ള കേക്കാണ് കേട്ടോ. നമുക്ക് ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണേ. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല കളറ് കിട്ടാനും സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ 2-3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മുട്ടയുടെ കൂട്ട് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് മുട്ട എടുത്തിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കരുത്. നമുക്ക് നമ്മളെ വീട്ടിൽ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 മുട്ടയൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ കൂടെ തന്നെയാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത്. നമ്മളെ മുട്ടയുടെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് കിട്ടുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പൊടിച്ചെടുത്ത ഷുഗറാണ്, ഐസിങ് ഷുഗറായിട്ട്. അപ്പോൾ അത് കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീം രൂപത്തിലാവും വിധം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു 4 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ടിട്ട് ആണ് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടാതെ വേണം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി നമുക്കിത് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിലാണ്. നിങ്ങൾ ഓവനിൽ എത്ര ടൈമാണോ നിങ്ങൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് വെച്ചാൽ ആ ടൈം വെച്ചിട്ടാണ് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് ബേക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ അത് നമ്മളെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ വേഗം മനസ്സിലാവും നമുക്കത്. അതിന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്നും ട്രേയിൽ നിന്നും മാറ്റുകയാണ്. നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഏത് കേക്കിന് വേണ്ടിയിട്ടും ഈ സ്പോഞ്ച് കേക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഉണ്ട്, നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പഞ്ഞി പോലെയുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. 3 ലെയറായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ പാട പോലെ ഇങ്ങനെ നിൽക്കണേ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അത് നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യില്ല. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഒരേ ലെവലിലാണ് നമ്മൾ 3 ലെയറായിട്ടും കട്ട് ചെയ്തെടുക്കേണ്ടത്.
അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേറ്റ് നമുക്കതിന് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കാം. ഞാൻ ഇതുപോലുള്ള പാത്രത്തിൽ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബൗൾ വെച്ചിട്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം തയ്യാറാക്കാറുള്ളത്. അതെന്താ വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്ത് വരുമ്പോൾ ചൂടായി വരുമ്പോൾ ക്രീം പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടില്ല, ലൂസായി പോകും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അത് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഐസ് വാട്ടർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വിവോയുടേതാണ്. നല്ലൊരു വൈറ്റ് കളറുമാണ്, നല്ല ടേസ്റ്റുമാണ് വിവോക്ക് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുക, വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാൻ 1 ടീസ്പൂണ്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് സ്ലോ ആയിട്ടാണ് തുടങ്ങേണ്ടത്, പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അതിലേക്ക് ഐസും ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ച് ഇട്ടിട്ടാണ് നമ്മളത് ഇനി ബീറ്റ് ചെയ്തെടുക്കുക. ഒരു പകുതി ബീറ്റായി കഴിഞ്ഞാലാണ് നമ്മൾ ഐസും ഷുഗർ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐസിങ് ഷുഗർ ഇട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റായി കിട്ടും. കൂടുതൽ ടൈമിങ് എടുത്ത് ബീറ്റ് ചെയ്ത് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് മാക്സിമം പോയാൽ അതിനപ്പുറം നമുക്ക് പോകരുത്. ആ ടൈം ആകുമ്പോൾ തന്നെ നമുക്ക് ബീറ്റായി കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ക്രീം ലൂസായി പോകും കേട്ടോ. ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ബീറ്റായിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റും കൂടി മതി, പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ക്രീം നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. നമ്മൾ സ്പാച്ചുലയിൽ എടുത്ത് നോക്കിയിട്ട് കമഴ്ത്തിട്ടുണ്ടെങ്കിൽ ചാടി പോവില്ല. അപ്പോൾ അതുപോലെ ബീറ്റായിട്ട് കിട്ടണം. എങ്കിലേ നമ്മൾ കേക്കിന് ഐസിങ് ചെയ്യുമ്പോൾ അതവിടെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇത് രാത്രിയിലാണ് കേട്ടോ ഐസിങ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ട്രെയിമിൽ നമ്മളിത് വെച്ച് കഴിയുമ്പോൾ സിൽവർ കളർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ലൈറ്റ് പോകുന്നത് കേട്ടോ. ഞാൻ കൊടുക്കാനുള്ള സെയിൽ ചെയ്യാനുള്ള കേക്കുകളൊക്കെ രാത്രിയാണ് ഐസിങ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഞാൻ അന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കൊടുക്കാറുള്ളത്. ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ കേക്ക്, അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെതൊക്കെ എല്ലാവർക്കും അറിയില്ലേ. 1 കപ്പ് ഷുഗർ എടുക്കുക, അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഞാൻ ക്രീം വെച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒന്ന് ക്രീമാക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറീസ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ ചെറീസ് കടിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റാണ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ കടയത്തിലാറ് ടേസ്റ്റ് കിട്ടും. ഞാനിങ്ങനെയാണ് സെയിൽ ചെയ്ത് കൊടുക്കാറുള്ളത്. അത്യാവശ്യം ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ ഇട്ടിട്ട് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. നമ്മളവിടെയൊക്കെ പിഷ്ക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കിന് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ ഫുള്ളും ഇതുപോലെ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ലെയറുകളും വെച്ചിട്ട് ഇതുപോലെ ചെയ്തേക്കാണ്. അതൊക്കെ കാണിച്ച് തരുമ്പോൾ കൂടുതൽ ലെങ്ത്തായി പോകും വീഡിയോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത് കേട്ടോ. സെയിം ആയിട്ട് ചെയ്തതുപോലെ തന്നെ ചെയ്യുക എല്ലാവരും. ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് നമുക്ക് എടുക്കാം. പിന്നെ സിമ്പിളായിട്ട് ചെയ്യുക, തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലെവൽ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഒരു പ്ലാനറ്റ് നൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ എല്ലാ വശത്തും ഒരുപോലെ ആയിക്കാരം ക്രീം. മറ്റൊരു ഭാഗത്ത് കൂടി ഒരു ഭാഗത്ത് കുറഞ്ഞ് അങ്ങനെയൊന്നും വരില്ല. എല്ലാ സൈഡുകളും വശങ്ങളിലും ഒക്കെ ഒരേപോലെ ഒരേ കട്ടിക്കാണ് നമുക്ക് ക്രീം നിൽക്കുക.
അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇനി ഇതുപോലെ ഒന്ന് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ, സൈഡിൽ കൂടെയൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പെട്ടെന്ന് കൈമേൽ ഒട്ടി പിടിക്കും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഉണ്ടോ, ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തം ചെയ്തതാണിത്. സൈഡൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു കോൺ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് തന്നെയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നെ വിടുന്നുണ്ട്. ഇതിൽ വിടാൻ നിന്ന് കുറേ ടൈം പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്ത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ അവനാണ് ഇഷ്ടമുള്ളത് പോലെ ഡിസൈൻ ചെയ്യാം. പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെയും കാണാം. അസ്സലാമു അലൈക്കും.